പരിശുദ്ധ അമ്മയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് താര. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. 2014 എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോയിൻറ്റിലൊക്കെ പെയിൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അസുഖം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടൊരു ഭേദം ഉണ്ടായില്ല. വീട്ടിലെ ജോലികൾ ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല, അപ്പം ഇത് ജീവിതകാലം മുഴുവൻ ഇതിന് പെയിൻ കില്ലർ ഇങ്ങനെ കഴിച്ചിട്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായി. ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങളുടെ പൈസയൊക്കെ ഒത്തിരി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞൊന്നും ജനിക്കാൻ പാടില്ല, എന്നാൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരും എന്നൊക്കെ പറയണ്ടായി. അങ്ങനെ ഞങ്ങൾ മരുന്ന് കഴിച്ചിട്ടേ ഇങ്ങനെ പെയിൻ കില്ലർ കഴിച്ചിട്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ചേട്ടന് വിദേശത്തോട്ടൊരു ജോലിക്കൊരവസരം കിട്ടി. അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴത്തേനും ചേട്ടനൊരു കേസിലകപ്പെട്ടിട്ട് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലായി. 4 വർഷത്തോളം അവിടെ പെട്ടിരുന്നു. അപ്പോഴാണ് ചേട്ടൻ യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തിൻ്റെ പ്രോഗ്രാം കണ്ടത്. അപ്പോഴത്തെ അതിനകത്ത് അങ്ങനെ കൃപാസന ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ചേട്ടന് കേസിൽ നിന്നും രക്ഷപ്പെട്ട് വരാൻ സാധിച്ചു. പിന്നെ എനിക്കുണ്ടായിരുന്ന അസുഖം, അതിനുവേണ്ടി ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ 2021 ഞങ്ങളിവിടെ വരികയും ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ തൈലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും, നിങ്ങൾക്ക് അസുഖം പൂർണ്ണമായി മാറും, എന്നാൽ നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടർന്ന് ചികിത്സയിലായിരുന്നു. എനിക്കിപ്പോൾ നല്ല ഭേദമുണ്ട്. ഞങ്ങളുടെ റിസൾട്ടിലൊക്കെ നോക്കുമ്പോഴത്തേനും എൻ്റെ അസുഖം നോർമലായിട്ടുണ്ട്. ഞങ്ങൾക്ക് 8 വർഷം കഴിഞ്ഞൊരു കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. അമ്മയോടുള്ള നന്ദി അകമഴിഞ്ഞ് ഞങ്ങളവിടെ അർപ്പിക്കുകയാണ്. പിന്നെ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര വിശ്വാസത്തിലാണ്. കൃപാസനത്തിനെ വളരെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടല്ലോ. ഈ ഉടമ്പടി ഇപ്പം ഓൺലൈൻ ഉടമ്പടിയാണ് എങ്കിലും നമ്മൾ ഈ ഒരു ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഈ ഉടമ്പടിയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു അനുഗ്രഹമൊക്കെ എങ്ങനെയാണ് സഹായിച്ചത്? നിങ്ങളുടെ 2 വാക്കിലും കൂടെ പറഞ്ഞ് നിർത്തണം കേട്ടോ. എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ, അത് ഈശ്വരനോടുള്ള ദൈവത്തിനോടുള്ള വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് സഹായിച്ചത്? ഞങ്ങൾ ഓൺലൈനിലാണ് അപ്പോൾ ഉടമ്പടി എടുത്തതെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ചേട്ടൻ വിദേശത്തും ഞാൻ നാട്ടിലുമായിരുന്നു. ഞങ്ങൾ ഫോൺ വഴി ആണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഫോൺ ഓണാക്കി വെച്ചിട്ട് ഞങ്ങൾ 2 പേരും എഴുതിരി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിന് ശേഷം ചേട്ടൻ്റെ മാതാവിനോടുള്ള വിശ്വാസം വളരെ കൂടി. ഇപ്പോൾ ഞങ്ങൾ മാതാവിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.